ഈ സീസൺ ബിഗ് ബോസിലെ ഏറ്റവും വലിയ ഒരു ചൊറിച്ചിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് അനീഷ് തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. അമ്മാതിരിയുള്ള ചൊറിച്ചിലാണ്. പക്ഷെ ആ ചൊറിച്ചിലിനുള്ള മരുന്ന് ഇന്ന് ലാലേട്ടൻ്റെ വക അനീഷിന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രോമോ ഇപ്പോൾ പുതിയതൊരെണ്ണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചില രഹസ്യങ്ങളൊക്കെ തന്നെ ഇന്ന് പൊട്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനീഷിൻ്റെ വിവാഹമോചനം. ആ ഒരു സംഭവം ഇന്ന് ലാലേട്ടൻ എടുത്ത് ഇട്ടിരിക്കുകയാണ്. അത് കേട്ട് ആകെ ഞെട്ടലിൽ നിൽക്കുന്ന അനീഷ്. അപ്പോൾ തീർച്ചയായിട്ടും അനീഷ് പലരെയും കുറ്റം പറയുന്നു. അനീഷ് പല കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള ചൊറിച്ചിൽ സംഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെ അനീഷിൻ്റെ ഒരു തരം കളിയായിരിക്കാം, അല്ലെങ്കിൽ അനീഷിൻ്റെ ഒരു തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയുള്ള പ്ലേ ആയിരിക്കാം. പക്ഷേ അത് ഓവറായി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറിറ്റേഷനായിട്ട് തോന്നും. അത് ചില ഘട്ടങ്ങളിൽ അനീഷിൻ്റെ ചില പ്രവൃത്തികളൊക്കെ തന്നെ അങ്ങനെ ആയി പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെ. അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മരുന്ന് ഇന്ന് ലാലേട്ടൻ്റെ വക ഉണ്ടാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് അനീഷിൻ്റെ വിവാഹമോചന കാര്യം പോലും എടുത്തിടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ ഇന്നത്തെ ദിവസവുമായിട്ട് ലാലേട്ടൻ പൊളിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ രേണുവിന് 20 കിട്ടി, ഇന്നിപ്പോൾ അനീഷിന് 20 കിട്ടി. ആരോടും ഒരു പരിഗണനയും കാണിക്കാതെ കൊടുക്കേണ്ടവർക്ക് നല്ല കൃത്യമായിട്ട് തന്നെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഈ 2 ദിവസവും ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസവും ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് മാത്രം. എന്തായാലും ഇന്ന് അനീഷിനെ പൊരിക്കുന്ന സീൻ, അനീഷിൻ്റെ ആ ഒരു ചൊറിച്ചിൽ സൂക്കേട് എല്ലാം തന്നെ ഇന്ന് തീർക്കും. അത് ബാക്കിയുള്ളവർക്ക് കൂടി അനീഷിന് നേരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാക്കി ബാക്കിയുള്ളവർ മാറ്റുമെന്നുള്ളതും ഉറപ്പാണ്. കാരണം സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ചൊറിയാൻ ചെല്ലുന്നതും കുറ്റം പറയാൻ ചെല്ലുന്നതും ഒക്കെ തന്നെ അതൊക്കെ ശരിക്കും അനീഷ് അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്നത്തോടു കൂടി ആ ഒരു സ്വഭാവം മാറുമെന്ന് പ്രതീക്ഷിക്കുക.